ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പടം. കേരളത്തെ കുറിച്ച് കേരള സ്റ്റോറി എന്നൊരു അപരാധം ഇറക്കി ഊക്ക് വാങ്ങിക്കൂട്ടിയ ബോളിവുഡ് ഇനി നമുക്ക് അവന്മാരെ ഒന്ന് സുഖിപ്പിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കൾച്ചറും നേച്ചറും ഒക്കെ കൂട്ടിക്കൊഴിച്ചൊരു പടം അങ്ങ് പടച്ച് വീണ്ടും മൂക്കരന്ന് വാങ്ങി. യെസ് ഗൈസ്, കേരള ടൂറിസത്തിന്റെ ആഡ് വരെ 2 അടി മാറി നിൽക്കുന്ന ഒരു പടം. പരമസുന്ദരി. പട്ടി കഴിവേറടാ മോളെ. ആൻഡ് ഉള്ള കാര്യം പറയാമല്ലോ, ഒരു റോംകോം എന്ന നിലയ്ക്ക് ഒരു ആവറേജ് വടക്കോളിക്ക് ഒരു 1 ടൈം വാച്ചിനുള്ളതൊക്കെ ഈ പടമുണ്ട്. പക്ഷെ ഒരു സാധാ മലയാളീസ് എങ്ങാനും ഈ പടം കണ്ടാൽ ഇതിന് ഡയറക്ടറിന്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചോദിക്കും, ആ ജാതി കോമഡി പീസ് ആയിട്ടാണ് ഇവന്മാര് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ കോടീശ്വരനായ നായകൻ ഡൽഹിക്കാരൻ പരമുപിള്ള മൂപ്പരുടെ കമ്പനിയുടെ പുതിയൊരു ആപ്പ് ഡെവലപ്പ് ആക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ ആപ്പ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ പോലെ തന്നെ ഈ ആപ്പിൽ പേരും അഡ്രസ്സും ഒക്കെ അങ്ങ് കൊടുത്താൽ അത് നമുക്ക് നമ്മുടെ സോൾമേറ്റിനെ അങ്ങ് കാണിച്ചു തരും. അങ്ങനെ പരമുപിള്ള ഈ ആപ്പ് ഒന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടി അവന്റെ തന്നെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് സ്കാൻ ആക്കി നോക്കുകയാണ്. ആൻഡ് നമ്മുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ, പരമുപിള്ളന്റെ സോൾമേറ്റ് ആണെങ്കിലോ നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയിലുമായി പോയി. എന്തോ ചെയ്യുമെന്ന് പറ. അങ്ങനെ പരമുപിള്ളയും അവന്റെ പഞ്ചാബി ഫ്രണ്ടും ആ സോൾമേറ്റിനെ വളച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ്. അവിടെ മുതൽ തുടങ്ങുകയാണ് ഇവന്മാരുടെ സ്റ്റീരിയോ ടൈപ്പിന്റെ ഏറും കളയും. അതായത് ആദ്യം തന്നെ ഇവന്മാര് പോകുന്ന ഫ്ലൈറ്റില് കറുത്ത് തടിച്ചു ഉരുണ്ടൊരു അമ്മാവൻ ഇരിക്കുന്നുണ്ടാവും. അവരെ കണ്ടതും ഇവര് മലയാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് മലയാളം സംസാരിക്കുന്നത്. പിന്നെ ഇവന്മാര് നമ്മുടെ കേരളത്തിലെത്തി 96% ലിറ്ററസി റേറ്റ് എന്നൊക്കെ പൊക്കി അടിച്ച് നടക്കും. 96% ലിറ്ററസി റേറ്റ്. എന്നിട്ട് അവിടുന്ന് ഒരു ടാക്സി എടുത്ത് ആലപ്പുഴയിലേക്ക് തിരിക്കും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അപ്പണ്ട് ആ ടാക്സി ഡ്രൈവർ ഒരു കുപ്പി ചെത്ത് കള്ളും കുടിച്ച് ആ ടാക്സി അങ്ങ് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നത്. ഈ ഒരു സീനോണ്ടൊക്കെ നിങ്ങൾ എന്താടാ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇനി ഇതൊക്കെ പോട്ടെ, എടാ പാൻപരാക്കായിട്ട് പല്ല് തേക്കുന്നവന്മാരെ, നിങ്ങളുടെ വിചാരം എന്താണ്? ഞങ്ങൾ രാവിലെ നീറ്റ് തെങ്ങിന്റെ മേലെ കയറി കള്ളി ചെത്തിയെടുത്ത് അത് മരയിൽ തിരികെ നടക്കുവാണെന്നാ? എടാ ഒന്നല്ലെങ്കിലും കഴിഞ്ഞ ഓണത്തിന് മാത്രം 970 കോടി രൂപയ്ക്കാണ് ഞങ്ങൾ വിദേശ മദ്യം സേവിച്ചത്. 137 കോടിയുടെ മദ്യമാണ് ഉത്രാട ദിനത്തിൽ മാത്രം കേരളത്തിൽ വിറ്റുപോയത്. ഞങ്ങളൊക്കെ ഈ കള്ള് ഷാപ്പിൽ പോകുന്നതേ കവച്ച് വെച്ച് പൊരിച്ച് കരിമീനും കപ്പയും തിന്നാനാണ്. അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ പിന്നെയും ചെത്തുകള്ള് കുടിയന്മാരാക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരമുപിള്ള അവന്റെ മലയാളി സോൾമേറ്റിന്റെ അടുത്തെത്തുകയാണ്. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை, അതായത് തെക്കേപ്പാട്ടി സുന്ദരി ദാമോദരൻ പിള്ള. നല്ല പേര്. ഇനി ഇവളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മലയാളി പെൺകുട്ടികളെയും പോലെ പട്ടിക്കും പൂച്ചയ്ക്കും പകരം മാനേനെ വളർത്തി ഡെയിലി മോഹിനിയാട്ടം കളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വീട്ടിൽ കറി വെക്കാൻ നേരമാവുമ്പോൾ തെങ്ങിന്റെ മേലെ കയറി തേങ്ങയിടുന്ന ഒരു എത്നിക് മല്ലു ചിക്ക്. മലയാള തനിമ. എന്തടാ ഇതൊക്കെ? ഇവിടെ തേങ്ങടാനുള്ള ആളെ കിട്ടാൻ ടോക്കൺ എടുത്ത് 4 മാസം ക്യൂ നിൽക്കണം. ആ നാടിനാണ് നിങ്ങൾ ഇങ്ങനെ ചിത്രീകരിച്ചത്. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് ആ ജാൻവി കപൂറിന് വല്ല വിജയലക്ഷ്മിനെയും ഭാഗ്യലക്ഷ്മിനെയും വെച്ച് ഡബ് ചെയ്യിക്കുന്നതിന് പകരം ഇവളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. നീങ്ങളും വീട്ടിൽ വന്നതാണോ? എന്തോന്ന്? നീങ്ങളും വീട്ടിൽ വന്നതാണോ? എവിടുത്തെ ഭാഷയാടാ? എന്താടാ അവള് പറഞ്ഞു? ആൻഡ് ഇതോടൊരു വലിയ ഉപകാരവുമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്താണോ വിചാരിക്കണത് അതാണ് ഇവൾ പറയണത്. ഉദാഹരണത്തിന് നിങ്ങൾ കൊരങ്ങ എന്നൊന്ന് മനസ്സിൽ വിചാരിച്ച് ഇതൊന്ന് കേട്ടു നോക്ക്. അപ്പൊ അവള് പറയണത് കൊരങ്ങ എന്നായിരിക്കും. ഇനി കോവയ്ക്ക എന്നൊന്ന് വിചാരിക്കി, ഇനി കൊണക്ക എന്ന് വിചാരിക്കി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇനി ഇങ്ങനെ പോയാൽ ഈ കഥ ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ച് ഇവന്മാര് നമ്മുടെ മലയാളത്തിന്റെ സ്റ്റെപ്പ് ഡാഡിയായ രഞ്ജി പണിക്കറിനെ ഇവൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ആക്കാൻ വേണ്ടി ഒരു റോള് കൊടുത്തിട്ടുണ്ട്. വേണുവിനെ വിളിക്കും, അപ്പൊ തന്നെ എല്ലാം ശരിയാവും. വേണുവിനെ വിളിക്കുക, വേണു വന്നെല്ലാം ശരിയാക്കുമെന്ന് എല്ലാരും പറയുന്നു. എന്നാലും എന്റെ രഞ്ജിയണ്ണ, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. ഇനി നമ്മുടെ തേക്കപ്പെട്ട സുന്ദരിനെ ഒന്നും കൂടി മലയാളിവൽക്കരിക്കാൻ അവളെ കൊണ്ട് 24 മണിക്കൂറും ഇവന്മാര് മുല്ലപ്പൂ ചൂടിച്ചാണ് നടത്തിയിരിക്കുന്നത്. അത് പിന്നെ പോട്ടെന്ന് വെക്കാം, കാരണം നമ്മുടെ തേക്കപ്പെട്ട സുന്ദരി ഒരു ഹോം സ്റ്റേ നടത്തുന്ന പെണ്ണാണ്. അപ്പൊ ഗസ്റ്റിനെ ഒക്കെ ഇംപ്രസ് ആക്കാൻ വേണ്ടി വെച്ചതാണെന്ന് വിചാരിക്കാം. പക്ഷെ ഏത് മലയാളിയാടാ ഈ പോപ്കോണിന്റെ ബക്കറ്റിൽ തല മുക്കിയ പോലെ മുല്ലപ്പൂ വെക്കുന്നത്? സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരമുപിള്ളയും കൂട്ടുകാരനും സുന്ദരിയെ വളയ്ക്കാൻ വേണ്ടി അവളുടെ ആ ഹോം സ്റ്റേയിൽ കയറി താമസമാക്കുകയാണ്. അപ്പൊ അത് അടുത്ത പ്രശ്നം, ഈ ബംഗാളിക്ക് ഇവിടെ റേഞ്ച് ഇല്ല പോലും. അപ്പൊ തേക്കപ്പെട്ട സുന്ദരി പറയും ആ തെങ്ങിന്റെ മേലെ കയറിയാൽ മതി, നല്ല റേഞ്ച് കിട്ടുമെന്ന്. അതായത് നമ്മുടെ മലയാളികളൊക്കെ റേഞ്ച് ഇല്ലാത്തോണ്ട് തെങ്ങിന്റെ മേലെ കയറിയിട്ടാണ് അത്രയും പരിപാടികളൊക്കെ നടത്തുന്നത്. എടാ, പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് പെനട്രേഷൻ നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോഴാണ് ഇവിടെയുള്ളമാര് റേഞ്ച് കിട്ടാൻ വേണ്ടി തെങ്ങിന്റെ മണ്ടയിലാണെന്ന് നിങ്ങൾ പറയണത്.
അങ്ങനെ അടുത്ത ദിവസം പരമോപ്പിള്ള കേരളമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഒന്ന് ജോഗ് ചെയ്യാൻ ഇറങ്ങുകയാണ്. അപ്പത് നമ്മള് മലയാളികള് ആരടാ ചെഡിയിട്ട് പുറത്തിറങ്ങണെന്നും പറഞ്ഞ് അവനെ മുണ്ടുടിപ്പിച്ച് വിടുന്നു. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് ഈ പരമൂപ്പിള്ളന്റെ മസിലൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ മലയാളി പെണ്ണുങ്ങളൊക്കെ പുളകം കൊള്ളുന്നു പോലും. എട സുബാങ്കേസരികളെ, റിസ്ഗാനെ രാജു ഗോസ്രീനൊക്കെ കണ്ടു വളർന്ന പെണ്ണുങ്ങളെയാണ് നിങ്ങൾ ഈ ബംഗാളിനെയും കണ്ടു ഒളിപ്പിച്ച് നിന്നൊക്കെ പറയുന്നേ. ഇവൻ ആര്? ഹിന്ദി സംസാരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ രാജു. ഞാൻ അത്രയും വഷളമല്ല. സത്യം പറയടാ, നീ രാവിലെ നീറ്റ് ജോഗിങ്ങിന് പോയത് ശിവമല്ലിക്കാവിൽ കൂവളം പോത്തൊന്നും അറിയണമെന്നല്ലോ. ഇവിടെ അടുത്ത് ഇവിടെ മുറുക്കാങ്കട എന്ന് അന്വേഷിക്കാനല്ലേ? ആൻഡ് ഇത് മാത്രമല്ല ഗൈസ്, ഇവന്റെ ഒപ്പം വന്ന പഞ്ചാബി ഇല്ലേ, അവന് വരെ കേരളത്തിൽ നിന്ന് പെണ്ണ് സെറ്റായിത്രേ. The next day. ഇവിടെയുള്ളവന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. അപ്പോഴാണെങ്കിൽ പഞ്ചാബിൽ നിന്ന് ഒരുത്തം വന്നിട്ട് പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. സോ ഗൈസ്, അങ്ങനെ അവിടെ താമസമാക്കിയ പരമുപിള്ള സുന്ദരിയെ വളയ്ക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ മൂപ്പര് ലാലേട്ടന്റെ ഒരു പാട്ട് പാടി അവളെ സെറ്റാക്കാൻ നോക്കും. അങ്ങനെ ലാലേട്ടന്റെ പാട്ടിലൂടെ ബെസ്റ്റികളായി ഇവര് രണ്ടുപേരും കേരളത്തിലൂടെ ഇങ്ങനെ ട്രിപ്പ് അടിച്ച് നടക്കുകയാവും. ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചായ കുടിക്കാൻ മൂന്നാർക്ക് പോണ പോലെ കയ്യിന്റെ മേലെ ഒരു മുറിയായാൽ അതിന് മരുന്ന് വെക്കാൻ വേണ്ടി ഇവര് ആലപ്പുഴയിൽ നിന്ന് 123 കിലോമീറ്റർ ഓടിച്ച് അങ്ങ് ആതിരപ്പള്ളി വരെ പോകും. ചന്ത ഉണ്ടെന്ന് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല എനിക്ക്. ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെ ട്രിപ്പ് അടിച്ച് ഇവര് പ്രേമത്തിന്റെ തുമ്പത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഇമാതിരി സിനിമകളിലൊക്കെ നായികമാരെ കെട്ടാൻ വരുന്ന അമേരിക്കക്കാരൻ അബ്ബാസ് വരുന്നത്. അതായത് അങ്ങ് അമേരിക്കയിൽ ഡോക്ടറായി പണിയെടുക്കുന്ന സുന്ദരിയുടെ മുറച്ചെറുക്കം വരികയാണ്. പുള്ളിക്കാരന്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാവില്ല. അതോടുകൂടി നമ്മുടെ സുന്ദരിക്ക് ബോധോദയം വന്ന് പരമൂനെ പിന്നെ മൈൻഡ് ആക്കുന്നേ ഇല്ല. ഫുൾ ടൈം അബ്ബാസിന്റെ ഒപ്പാവും. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ള. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ശങ്കരൻ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ആൻഡ് അതിൽ നമ്മുടെ സുന്ദരിയുടെ തറവാട് ടീമും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവളെ ഒന്ന് ഇംപ്രസ് ആക്കാൻ വേണ്ടി നമ്മുടെ പരമു തെക്കേപ്പാട്ടുകാരുടെ വള്ളത്തിൽ കയറി തുഴയാൻ തുടങ്ങുകയാണ്. ബട്ട് ഗൈസ്, എത്ര തുഴഞ്ഞിട്ടും തെക്കേപ്പാട്ടിന്റെ വള്ളമാവും ലാസ്റ്റ്. അവസാനം ആ വള്ളത്തെ ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടി പരമു മലയാളികൾക്കൊന്നും അറിയാത്തൊരു പരിപാടി ഇറക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ പരമു ഒരു പാട്ട് പാടും. ആ പാട്ടിന്റെ താളത്തിനൊത്ത് തുഴഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അടിക്കാമെന്ന്. എടാ, ഇതിനാണ് ഞങ്ങൾ ഇവിടെ വഞ്ചിപ്പാട്ട് എന്ന് പറയാ. ഇനി അതൊക്കെ കുഴപ്പമില്ലാന്ന് വെക്കാം. എന്നാലോ ഈ മൊണ്ണ വഞ്ചിപ്പാട്ടായി പാടുന്ന പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഈ പാട്ടും കേട്ട് മലയാളികൾ തുഴഞ്ഞു ഫസ്റ്റ് അടിച്ചുത്രേ. അങ്ങനെ അവസാനം നമ്മുടെ സുന്ദരിന്റെ അബ്ബാസിന്റെ കല്യാണ ദിവസം സുന്ദരീനെ മറക്കാനാവാതെ നമ്മുടെ പരമു തെങ്ങിന്റെ മേലെ വലിഞ്ഞു കയറി അവളെ പ്രപ്പോസ് ആക്കുകയാണ്. ആൻഡ് അത് കണ്ടത് സുന്ദരിയുടെ വീട്ടുകാരൊക്കെ പരമുവിനെ ഓടിച്ചിട്ടടിച്ച് കായലിൽ ചടിക്കും. ഇതേ സമയം ഇതൊക്കെ കണ്ട അബ്ബാസ് എല്ലാ സിനിമയിലും അബ്ബാസിന്റെ പോലെ നിങ്ങളുടെ പ്രേമം ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് നമ്മുടെ സുന്ദരീനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. അവസാനം നമ്മുടെ സുന്ദരി അവളുടെ കല്യാണത്തിന് പായസം വെക്കാൻ കൊണ്ടുവന്ന ഉരുളിയെടുത്ത് തുഴഞ്ഞുപോയി. ആ പരമൂനെ അതിൽ കയറ്റി രക്ഷിച്ച് ഒരു കിസ് അടിക്കുന്നിടത്ത് പടം ഫിനിഷാ. കഴിഞ്ഞിട്ടില്ല. എടാ സാമദ്രോഹികളെ, ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാര് നിങ്ങളുടെ അടുത്ത് എന്ത് ചെരക്കാൻ വന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നേ? പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ആൻഡ് നിങ്ങൾ ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ പരിപാടിയല്ല. 1968 ഇറങ്ങിയ പഡോസൻ സിനിമയിൽ നിങ്ങളൊരു തമിഴനോട് പറയുന്ന ലൈനാണിത്. ഇറങ്ങി പോട കറുത്ത കാക്കയെന്ന്. പിന്നെ ഇതുപോലെ ഒരു ലോഡ് പടങ്ങള്. അവസാനം ചെന്നൈ എക്സ്പ്രസ്, മീനാക്ഷി സുന്ദരേശ്വർ, കേരള സ്റ്റോറി, ഇപ്പതാ പരമസുന്ദരി. ഇനി എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. जब आप अपनी फिल्मों में किसी संस्कृति या राज्य का प्रतिनिधित्व करता है तो उसमें थोड़ी सच्चाई और सम्मान जरूर रखें. കേട്ടോടാ ഡ്യൂപ്ലിക്കേറ്റിന്റെ കഴിവുകളെ. നീയൊക്കെ ബോംബെ തെരുവിൽ കിടന്ന് ഓരോ പടം ഇറക്കി വിടുന്നത് ഈ നാടിന്റെ നെഞ്ചു കീറി പിളർക്കാനാണെന്ന് ഞങ്ങൾ പാവ സൗത്ത് ഇന്ത്യക്കാർക്ക് മനസ്സിലായില്ലടാ വടക്കോടികളെ. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവിടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ ഇനിയും ഇതുപോലത്തെ ഓരോ പറഞ്ഞ സിനിമയ്ക്കകത്ത് ഓരോ കോപ്പ് എഴുതി വെച്ച് ഞങ്ങളെ പൊളന്ന് കളയാമെന്നാണ് വിചാരമെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ 2 വജ്രായുധങ്ങളെ അങ്ങോട്ട് കയറ്റി അയക്കും. ശരിക്കും ജാർഖണ്ഡുകാരാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.